സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ സംരക്ഷിക്കപ്പെടില്ല എന്നു മാത്രമല്ല, കോളേജ് പോകുന്ന മക്കളായാലും, സ്കൂളിൽ പഠിക്കണ മക്കളായാലും, കല്യാണത്തിന് പോകുന്ന മക്കളായാലും ഔറത്ത് മറക്കാതെ വെളിയിലിറങ്ങരുത്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ്. ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ടത് ഫാൻസി ഡ്രസ്സ് വാങ്ങാനാണ്, ഫാൻസി ആഭരണങ്ങൾ വാങ്ങാനാണ്. ഫാൻസി കടക്കാരനോട് വെറുപ്പ് പിടിക്കരുത്. ഫാൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം പെണ്ണുങ്ങൾ പൈസ ചെലവാക്കുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. എന്നിട്ട് ആളുകളെ മുമ്പിൽ അടിച്ചു പൊളിച്ച് നടക്കാണ്. അതുകൊണ്ട് മഹാന്മാരുടെ ഭാഷയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. സ്റ്റൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യം തന്നു എന്ന് തോന്നുന്ന പെണ്ണേ, നീ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നീ വഴിതെറ്റിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നിന്റെ സൗന്ദര്യം നിന്നെ നഷ്ടപ്പെടുത്തി കളയുമോ, നിന്റെ ഈമാൻ തകർത്ത് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ലാ തഅരിലി ഹാദൽ ജമാല അലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമീ. ഇതാ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വേറൊരാളുടെ മുമ്പിലും പ്രദർശിപ്പിക്കല്ല. നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ നിങ്ങളുടെ ശരീര സൗന്ദര്യം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. നിങ്ങളെ സാധാരണ വസ്ത്രം ധരിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ തൊട്ടാൽ വുളൂ മുറിയാത്ത ബാപ്പാങ്ങളമാരെ പോലുള്ളവരുടെ അടുക്കൽ നിങ്ങൾക്ക് സാധാരണ വസ്ത്രവും ധരിക്കാവുന്നതാണ്. അതല്ലാത്ത അന്യപുരുഷന്മാര് കാണുന്ന ഇടം എവിടെയുണ്ടോ അവിടെ മുഴുവനും പെണ്ണ് ഔറത്താണ്. പെണ്ണിന്റെ ശരീരം മുഴുവനും മറക്കേണ്ടതാണ്. ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും ഈമാനുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യമാരോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖമടക്കം അവര് മറക്കട്ടെ നബിയേ. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വരുന്ന ഒരു പെണ്ണ്, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി വരുന്ന ഒരു പെണ്ണ്, ഒരു ചരിത്രമാണ്. ആ പെണ്ണിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. മാർക്കറ്റ് എന്ന് വരുമ്പോൾ എന്തോ കാര്യമായ അവശ്യ നിർവഹണത്തിന് വേണ്ടി മാർക്കറ്റിലെത്തിയ പെണ്ണ്, ഔറത്ത് പൂർണ്ണമായി മറച്ചിരിക്കുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പിന്നാലെ ഒരാൾ ഇങ്ങനെ കൂടുകയാണ്. ആ പെണ്ണ് മെയിൻ റോട്ടിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറിയപ്പോൾ അയാളും കയറി. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കറങ്ങിയപ്പോൾ അയാളും കറങ്ങി. അവസാനം അവളുടെ വീട്ടിന്റെ ഗേറ്റിന്റെ ഉള്ളിലേക്ക് അവള് കടക്കുമ്പോൾ പിന്നാലെ കടക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനോട് ഇവള് ചോദിക്കാണല്ല, എന്തിനാണ് നിങ്ങൾ എന്റെ പിന്നിൽ കുറെ സമയം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നു? എന്താണ് നിങ്ങളെ ആവശ്യം? അപ്പൊ ഈ വരുന്നയാള് പറയുന്നു, നിങ്ങളെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിപ്പോയതാണ്. നിങ്ങളെ സ്റ്റൈല് കണ്ട് ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിപ്പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്റെ സൗന്ദര്യം ഞാൻ മുഴുവനും മറച്ചിട്ടുണ്ടല്ലോ. എന്റെ ഏതു ഭാഗമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്? അപ്പൊ ഇയാള് പറയുന്നു, നിങ്ങളുടെ രണ്ട് കണ്ണാണ്. നിങ്ങളെ രണ്ട് കണ്ണ്, നിങ്ങളൊരാളെ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയതാണ്. മാർക്കറ്റിൽ നിന്ന് നിങ്ങളെ കണ്ണ് കണ്ടതാണ്. നിങ്ങളെ കണ്ണിന്റെ തിളക്കം എന്റെ മനസ്സൊന്നും ആയുന്നില്ല. ആ
തിളക്കമുള്ള കണ്ണുകളാണ് എന്നെ നിങ്ങളെ പിന്നാലെ ഇവിടം വരെ എത്തിച്ചത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെന്ന് ഇയാൾ തുറന്നങ്ങ് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം. വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് സുബ്ഹാനല്ലാഹ് ഒരു കത്തിയെടുക്കുന്ന ആ പെണ്ണ് ചെയ്ത പ്രവർത്തനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട പെണ്ണ്. അവര് പറയുന്ന, അല്ലാഹ്, ഇന്ന് വരെ എന്റെ ഓർമ്മ ഉറച്ചത് മുതൽ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും നീ പൊരുത്തപ്പെടാത്ത നിലക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹ്, നിന്റെ പൊരുത്തമല്ലാതെ എന്റെ കൽബിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. അല്ലാഹ്, ഒരവശ്യ നിർവഹണത്തിന് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ കണ്ണ് കണ്ടു എന്നാണ് ഒരാൾ പറയുന്നത്. എന്റെ കണ്ണിനെ ആകർഷിച്ചിട്ട് അയാൾ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുകയാണല്ലോ. നാളെ നിന്നെ നോക്കാനുള്ളതാണ് എന്റെ കണ്ണ്, നിന്നെ കാണാനുള്ളതാണ് എന്റെ കണ്ണ്. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കളിലേക്ക് നോക്കാനുള്ളതാണ് എന്റെ കണ്ണ്. ആ കണ്ണെന്റെ ശരീരത്തിലുള്ളതിനാൽ എനിക്ക് നിന്റെ ലിഖാഅ് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് ഹറാമായ നിലക്കൊരാളെ നോട്ടം പതിയാൻ കാരണമായ എന്റെ തിളക്കമുള്ള കണ്ണെനിക്ക് വേണ്ട. കണ്ണ് കുത്തി പൊട്ടിച്ചൊരു പാത്രത്തിലിട്ട് വീട്ടിലുള്ള ആളെ വിളിച്ചിട്ട് പറയുന്ന, മുറ്റത്തൊരാള് നിൽക്കുന്നുണ്ട്, അയാൾക്ക് ഈ കണ്ണുകൊണ്ട് കൊടുക്കൂ. ഭയപ്പെട്ട വീട്ടുകാര് ആ കണ്ണെടുത്തിട്ടൊരു പാത്രത്തിലിട്ടിട്ട് വീട്ടിന്റെ പുറത്ത് നിൽക്കുന്ന ആളോട് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു, നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആകർഷിച്ച കണ്ണ് കൊണ്ടുപോയിക്കോ. സുബ്ഹാന ജല്ല ജലാലു. ഇയാളും നിലവിളിച്ച് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ ആ നാട്ടുകാരറിഞ്ഞത് അല്ലാഹുവിനെ ഭയപ്പെട്ട ഒരു പെണ്ണ് ഹറാമായ നോട്ടം പേടിച്ചതിനാൽ കണ്ണുകുത്തി പൊട്ടിച്ച് രക്തമൊലിച്ച് മരണപ്പെട്ടുപോയി. ആ ഒരു ലോകം സൂക്ഷിക്കണേ ഉമ്മമാരെ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരാളെ കണ്ണ് പതിയുന്നത്, നമ്മുടെ കണ്ണ് മറ്റൊരാളെ ശരീരത്തിലേക്ക് പതിയുന്നത്, അൽ ഐനാനി സിനാഹുമൻ നളർ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. കണ്ണുകൊണ്ടുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്, കാലുകൊണ്ടുള്ള നടത്തം കാലിന്റെ വ്യഭിചാരമാണ്, കൈകൊണ്ടുള്ള സ്പർശനം കൈയിന്റെ വ്യഭിചാരമാണ്. അല്ലാഹു ജല്ല ജലാലു അവന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ഒരു ലോകത്ത് നമ്മൾ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, നമ്മൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക, അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ആയിഷത്തും ഹഫ്സത്തും സൗദാ സഫിയത്തും മൈമൂനത്തും റംലാ ഹിന്ദും വസൈനബും കദാ ജുബൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലാണ്. ഫാത്തിമ ബീവി മുത്തുനബിന്റെ പൊന്നുമകളാണ്. അവരെല്ലാവരും കടക്കുന്ന സ്വർഗം ആശിക്കുന്ന ഈ മൂടുബദ്രിയിലും പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ആയിഷമാരോട്, ഫാത്തിമമാരോട്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള വസ്ത്രം ധരിക്കണേ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണേ. മറ്റുള്ളവരുടെ മെസ്സേജ് കൈമാറാതെ, മറ്റുള്ളവർക്ക് മെസ്സേജ് കൈമാറാതെ, മറ്റുള്ളവരിലേക്ക് നമ്മുടെ മെസ്സേജുകൾ കടന്നു പോകാതെ, ആവശ്യമില്ലാത്ത ഫോൺ വിളികളും ബന്ധങ്ങളുമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള ബന്ധമൊന്ന് കാര്യമായി ചേർക്കാൻ ശ്രമിക്കണേ. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി